നമസ്കാരം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആഫ്രിക്കൻ വൻകരയുടെ ഹൃദയത്തിലേക്കാണ്. വർഷം 1898. ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തങ്ങളുടെ അധികാരമുറപ്പിച്ചിരുന്ന കാലം. ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തു നിന്നും ഉൾപ്രദേശങ്ങളിലേക്ക് ഒരു റെയിൽപാത നിർമ്മിക്കുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്തുള്ള മൊംബാസയിൽ നിന്നും വിക്ടോറിയ തടാകം വരെ നീളുന്ന ഉഗാണ്ട റെയിൽവേ എന്നു പേരിട്ട ആ പാത. അതൊരു സാധാരണ നിർമ്മാണമായിരുന്നില്ല. മനുഷ്യന്റെ ഇച്ഛാശക്തിയും പ്രകൃതിയുടെ പർവ്വസന്താനമായ കരുത്തും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ, കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ളവർ, ആഫ്രിക്കയുടെ ആ അജ്ഞാതമായ മണ്ണിലേക്ക് കപ്പലിറങ്ങി. ചുട്ടുപൊള്ളുന്ന വെയിലും ഇടതൂർന്ന കുറ്റിക്കാടുകളും ചുവന്ന മണ്ണും നിറഞ്ഞ സാവോ എന്ന പ്രദേശം. പകൽ സമയങ്ങളിൽ നിർമ്മാണത്തിന്റെ ശബ്ദങ്ങൾ മുഴങ്ങുമ്പോൾ രാത്രികൾക്ക് ഒരു പ്രത്യേക നിശബ്ദതയുണ്ടായിരുന്നു, ഭയപ്പെടുത്തുന്ന ഒന്ന്. ഈ കഥയുടെ കേന്ദ്രത്തിലേക്ക് വരുന്നത് ജോൺ ഹെൻറി പാറ്റേഴ്സൺ എന്നൊരു യുവ എഞ്ചിനീയറെയാണ്. വലിയ സ്വപ്നങ്ങളും അതിലേറെ ആത്മവിശ്വാസവുമായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ. സാവോ നദിക്ക് കുറുകെ ഒരു വലിയ പാലം പണിയുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം. എന്നാൽ പാറ്റേഴ്സൺ അറിഞ്ഞിരുന്നില്ല, താൻ നേരിടാൻ പോകുന്നത് കേവലം എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ മാത്രമല്ലെന്ന്. ആ മണ്ണിന്റെ ഇരുണ്ട രഹസ്യങ്ങളിൽ രാത്രിയുടെ മറവിൽ 2 നിഴലുകൾ പതിയിരിപ്പുണ്ടായിരുന്നു. അവയ്ക്ക് മുഖങ്ങളുണ്ടായിരുന്നില്ല, പേരുകളുണ്ടായിരുന്നില്ല. അവ വിശപ്പിന്റെ മൂർത്തിരൂപങ്ങളായിരുന്നു. മനുഷ്യന്റെ ഗന്ധം തിരിച്ചറിഞ്ഞ, രക്തത്തിന്റെ രുചിയറിഞ്ഞ 2 സിംഹങ്ങൾ. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. മാർച്ച് 1898. കൽക്കട്ടയിൽ നിന്നും പുറപ്പെട്ട ഒരു കപ്പൽ മൊംബാസയുടെ തീരമണഞ്ഞു. അതിൽ 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു. കൂട്ടത്തിൽ 28-കാരനായ കേണൽ ജോൺ ഹെൻറി പാറ്റേഴ്സണും. ബ്രിട്ടീഷ് സൈന്യത്തിലൊരു ലൂട്ടനന്റ് കേണൽ. റെയിൽവേ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള ഒരു എഞ്ചിനീയർ. നീണ്ടുമെലിഞ്ഞ ശരീരവും ഉറച്ച കണ്ണുകളുമുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ തോളിൽ വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ആഫ്രിക്ക കമ്പനി ഏൽപ്പിച്ചിരുന്നത്. സാവോ നദിക്കു കുറുകെ ആഫ്രിക്കൻ വനാന്തരങ്ങളെ കീറിമുറിച്ചു പോകുന്ന റെയിൽവേ ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലം നിർമ്മിക്കുക. മൊംബാസയിൽ നിന്നും സാവോയിലേക്കുള്ള യാത്ര തന്നെ ഒരു അനുഭവമായിരുന്നു. പുതുതായി നിർമ്മിച്ച റെയിൽപാളത്തിലൂടെ ഒരു ചെറിയ ട്രെയിനിലായിരുന്നു ആ യാത്ര. തീരപ്രദേശത്തെ തെങ്ങുകളും പച്ചപ്പും പതിയെ പിന്നോട്ടു മാഞ്ഞു. പകരം ഉണങ്ങി വരണ്ട പുൽമേടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഒറ്റപ്പെട്ട അക്കേഷ്യ മരങ്ങൾ ഒരു കുടപോലെ ആകാശത്തേക്ക് വിരിഞ്ഞു നിന്നു. ചുവന്ന പൊടിമണ്ണ് എല്ലായിടത്തും നിറഞ്ഞു. ആ ട്രെയിനിന്റെ ചൂളംവിളി ഒരുപക്ഷെ ആ മണ്ണിൽ ആദ്യമായി കേൾക്കുന്ന കൃത്രിമമായ ഒരു ശബ്ദമായിരുന്നിരിക്കാം. സാവോയിൽ ട്രെയിനിറങ്ങുമ്പോൾ പാറ്റേഴ്സിനെ വരവേറ്റത് ചുട്ടുപൊള്ളുന്ന കാറ്റായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കുറ്റിക്കാടുകൾ. അതിനിടയിൽ ഒരു ചെറിയ പട്ടണം പോലെ ഉയർന്നുവന്ന തൊഴിലാളികളുടെ ക്യാമ്പ്. ആയിരക്കണക്കിന് ടെന്റുകൾ, പല വലിപ്പത്തിലും നിറത്തിലുമുള്ളവ. വാട്ടിനരികിൽ ചെറിയ അടുപ്പുകളിൽ നിന്നും പുക ഉയരുന്നുണ്ടായിരുന്നു. ഹിന്ദിയും പഞ്ചാബിയും ഗുജറാത്തിയും കലർന്ന ഒരു ഭാഷാസാഗരം അവിടെ അലയടിച്ചു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കായി അല്പം മെച്ചപ്പെട്ട താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഒരു താൽക്കാലിക ആശുപത്രി, സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള വലിയൊരു സ്റ്റോർ, പിന്നെ പാറ്റേഴ്സന്റെ ഓഫീസായി പ്രവർത്തിക്കാൻ പോകുന്ന ഒരു വലിയ ടെന്റും. അദ്ദേഹം തന്റെ ചുമതലകൾ വേഗത്തിൽ ഏറ്റെടുത്തു. കൂടെയുണ്ടായിരുന്ന ഡോക്ടർ മക്കൾലോക്ക്, റോബർട്ട് വൈറ്റ്ഹെഡ് എന്ന സൂപ്രണ്ട് എന്നിവരുമായി സംസാരിച്ചു. പാലം പണിയേണ്ട സ്ഥലങ്ങൾ നേരിൽ കണ്ടു. സാവോ നദി അപ്പോൾ വളരെ ശാന്തമായി ഒഴുകുകയായിരുന്നു.
എന്നാൽ മഴക്കാലത്ത് അതൊരു ഭീകരരൂപിയായി മാറുമെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിലെ കാലതാമസം, തൊഴിലാളികളുടെ ആരോഗ്യപ്രശ്നങ്ങൾ, ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം, ഇങ്ങനെ വെല്ലുവിളികൾ ഏറെയായിരുന്നു. എങ്കിലും പാറ്റേഴ്സൺ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു. കൃത്യമായ ആസൂത്രണത്തിലൂടെ ഇതെല്ലാം മറികടക്കാമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ആദ്യത്തെ കുറച്ചാഴ്ചകൾ സമാധാനപരമായി കടന്നുപോയി. പകൽ സമയങ്ങളിൽ സാവോ താഴ്വര തൊഴിലാളികളുടെ ആരവങ്ങളാൽ മുഖരിതമായി. കല്ലുപൊട്ടിക്കുന്നതിന്റെ ശബ്ദം, ഇരുമ്പുപാലങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിന്റെ മുഴക്കം, ആളുകളുടെ സംസാരം, എല്ലാം ചേർന്ന് അതൊരു വലിയ നിർമ്മാണശാലയുടെ പ്രതീതിയുണ്ടാക്കി. എന്നാൽ സന്ധ്യ മയങ്ങുന്നതോടെ ആ താഴ്വര പതിയെ നിശബ്ദമാകും. ദൂരെ എവിടെയോ കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം കേൾക്കാം. രാത്രിയുടെ ആഴങ്ങളിൽ അറിയാത്ത ഏതോ മൃഗങ്ങളുടെ കരച്ചിലുകൾ കാറ്റിൽ ഒഴുകിയെത്തും. തൊഴിലാളികൾ തങ്ങളുടെ ടെന്റുകളിലേക്ക് ഒതുങ്ങിക്കൂടും. ചെറിയ തീക്കുണ്ടങ്ങൾക്ക് ചുറ്റുമിരുന്ന് അവർ നാട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കും. പാട്ടുകൾ പാടും. പിന്നെ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. അങ്ങനെയിരിക്കെയാണത് സംഭവിച്ചത്. ഒരു പ്രഭാതത്തിൽ നിർമ്മാണസ്ഥലത്ത് ഒരു തൊഴിലാളിയുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. ഉൻഹാൽ സിംഗ് എന്നായിരുന്നു അയാളുടെ പേര്. പഞ്ചാബിൽ നിന്നുള്ള ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ. തലേദിവസം രാത്രി വരെ എല്ലാവരും കണ്ടിരുന്നതാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ അയാളെ കാണാനില്ല. കൂടെയുണ്ടായിരുന്നവർ കരുതി അടുത്തുള്ള ഗ്രാമത്തിലെവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന്. എന്നാൽ ദിവസം കഴിഞ്ഞിട്ടും അയാൾ തിരിച്ചെത്തിയില്ല. പാറ്റേഴ്സൺ ഇത് സാധാരണ സംഭവമായിട്ടാണ് കണ്ടത്. കഠിനമായ ജോലി സാഹചര്യം കാരണം ചില തൊഴിലാളികൾ ഒളിച്ചോടിപ്പോകുന്നത് പതിവായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരാളെ കാണാതായി. ഇത്തവണയും രാത്രിയുടെ മറവിലായിരുന്നു തിരോധാനം. അയാളുടെ ടെന്റിനു സമീപം എന്തോ വലിച്ചിഴച്ച പാടുകൾ കണ്ടതായി ചിലർ പറഞ്ഞു. എന്നാൽ നേരം പുലർന്നപ്പോഴേക്കും ആളുകളുടെ കാലടികൾക്കിടയിൽ ആ പാടുകൾ മാഞ്ഞുപോയിരുന്നു. ക്യാമ്പിൽ ഒരു ചെറിയ ഭയം പടർന്നു തുടങ്ങി. ആളുകൾ രാത്രിയിൽ പുറത്തിറങ്ങാൻ മടിച്ചു. അവർക്കിടയിൽ പല കഥകളും പ്രചരിക്കാൻ തുടങ്ങി. ആഫ്രിക്കൻ കാടുകളിലെ ദുരാത്മാക്കളെക്കുറിച്ച്, രാത്രിയിൽ ഇര തേടിയിറങ്ങുന്ന നിഗൂഢ ജീവികളെക്കുറിച്ച്. പാറ്റേഴ്സൺ ഇതൊന്നും കാര്യമാക്കിയില്ല. അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്നാണ് അദ്ദേഹം കരുതിയത്. തന്റെ ശ്രദ്ധ മുഴുവൻ പാലം പണിയിലായിരുന്നു. എന്നാൽ അധികം വൈകാതെ അദ്ദേഹത്തിന് തന്റെ ചിന്തകൾ മാറ്റേണ്ടി വന്നു. മൂന്നാമത്തെ ആളെ കാണാതായത് അദ്ദേഹത്തിന്റെ ക്യാമ്പിനു വളരെ അടുത്തുള്ള ഒരു ടെന്റിൽ നിന്നായിരുന്നു. അന്ന് രാത്രി പലരും ഒരു വിചിത്രമായ ശബ്ദം കേട്ടിരുന്നു. എന്തോ ഒന്ന് ഒരു ടെന്റിന്റെ തുണി വലിച്ചു കീറുന്നതുപോലെ, ഒരു മനുഷ്യന്റെ നേർത്ത ഞരക്കം. പിന്നെയെല്ലാം നിശബ്ദമായി. പിറ്റേന്ന് രാവിലെ ആ ടെന്റ് ഭാഗികമായി തകർന്ന നിലയിലായിരുന്നു. നിലത്ത് രക്തക്കറകൾ പടർന്നിരുന്നു. ടെന്റിന്റെ പിന്നിൽ നിന്നും കുറ്റിക്കാട്ടിലേക്ക് എന്തോ വലിച്ചിഴച്ചുകൊണ്ടുപോയതിന്റെ വ്യക്തമായ അടയാളങ്ങൾ. പാറ്റേഴ്സൺ ആ പാടുകൾ പിന്തുടർന്ന് കുറച്ചു ദൂരം പോയി. കുറ്റിക്കാടുകൾക്കിടയിൽ കൂടുതൽ രക്തക്കറകളും ഒരു മനുഷ്യന്റെ ഷൂവിന്റെ ഒരു ഭാഗവും കുറച്ചു എല്ലിൻ കഷ്ണങ്ങളും കണ്ടെത്തി. അതൊരു മൃഗത്തിന്റെ ആക്രമണമാണെന്ന് വ്യക്തമായിരുന്നു. പക്ഷെ ഏത് മൃഗം? ഒരു സിംഹം ഇത്ര ധൈര്യമായി മനുഷ്യവാസമുള്ള ക്യാമ്പിനകത്ത് കയറി ഒരാളെ പിടിച്ചുകൊണ്ടുപോകുമോ? അതും ഒരു ടെന്റ് വലിച്ചുകീറി അകത്തുനിന്നും. അന്നാണ് സാവോയിലെ തൊഴിലാളികൾ ആദ്യമായി ഭയത്തിന്റെ യഥാർത്ഥ മുഖം കണ്ടത്. അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല, ദുരാത്മാക്കളുടെ കളിയുമായിരുന്നില്ല. മറിച്ച് മാംസവും രക്തവുമുള്ള ഇര തേടിയിറങ്ങുന്ന ഒരു വേട്ടക്കാരൻ തങ്ങൾക്കിടയിലുണ്ടെന്ന തിരിച്ചറിവായിരുന്നു അത്. രാത്രിയാവുമ്പോൾ ആ ഭയം 10 മടങ്ങ് വർദ്ധിച്ചു. ഓരോ ഇലയനക്കത്തിലും അവർ ആ വേട്ടക്കാരന്റെ സാന്നിധ്യം സംശയിച്ചു. തങ്ങളുടെ ടെന്റിന്റെ നേർത്ത തുണിക്കു പുറത്ത് ഇരുട്ടിൽ അത് പതിയിരിക്കുന്നുണ്ടാവാമെന്ന ചിന്ത അവരെ ഉറങ്ങാൻ അനുവദിച്ചില്ല. പാറ്റേഴ്സൺ ഒരു മീറ്റിംഗ് വിളിച്ചു. തൊഴിലാളികൾക്ക് ധൈര്യം നൽകി. രാത്രിയിൽ കാവലേർപ്പെടുത്തി. ടെന്റുകൾക്ക് ചുറ്റും മുള്ളുവേലികൾ നിർമ്മിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. വലിയ തീക്കുണ്ഠങ്ങൾ രാത്രി മുഴുവൻ എരിയിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു മൃഗത്തിനും ഈ പ്രതിരോധം ഭേദിച്ച് അകത്തുവരാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നാൽ സാവോയിലെ ആ വേട്ടക്കാരൻ സാധാരണയൊരു മൃഗമായിരുന്നില്ല. അതിന് മനുഷ്യന്റെ പ്രതിരോധങ്ങളെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അടുത്ത ആക്രമണമുണ്ടായത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. ഇത്തവണ താൽക്കാലിക ആശുപത്രിയിലായിരുന്നു അത്. രോഗികളെ പരിചരിക്കുന്ന ഒരാളെയാണ് കാണാതായത്. ആശുപത്രിക്ക് ചുറ്റും ശക്തമായ മുള്ളുവേലിയുണ്ടായിരുന്നു. എന്നിട്ടും ആ ജീവി എങ്ങനെ അകത്തു കടന്നു എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി.
പിറ്റേന്ന് രാവിലെ പരിശോധിച്ചപ്പോൾ വേലിയുടെ ഒരിടത്ത് മുള്ളുകൾക്കിടയിലൂടെ അതകത്തേക്ക് നുഴഞ്ഞുകയറിയതിന്റെ അടയാളങ്ങൾ കണ്ടെത്തി. അത് സാധാരണയൊരു സിംഹത്തിന്റെ വലുപ്പമായിരുന്നില്ല. അതിലും വലുതും അതിലും തന്ത്രശാലിയുമായിരുന്നു അത്. ഇതോടെ കാര്യങ്ങൾ പാറ്റേഴ്സന്റെ നിയന്ത്രണത്തിൽ നിന്നും വഴുതിപ്പോകാൻ തുടങ്ങി. തൊഴിലാളികൾ കൂട്ടംതോടെ ജോലിയുപേക്ഷിച്ച് പലായനം ചെയ്യാൻ തുടങ്ങി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചു. പകൽ സമയങ്ങളിൽ പോലും ആളുകൾ കൂട്ടമായിട്ടായിരുന്നു സഞ്ചരിച്ചിരുന്നത്. രാത്രികൾ ഭീകരമായ നിശ്ശബ്ദതയിൽ മുങ്ങി. ആ നിശ്ശബ്ദതയെ ഭേദിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ഗർജനം കേൾക്കാം എന്ന ഭയം എല്ലാവരിലും നിറഞ്ഞു. അപ്പോഴാണ് പാറ്റേഴ്സൺ ആ സത്യം തിരിച്ചറിഞ്ഞത്. ഇത് വെറുമൊരു മൃഗമല്ല, 2 സിംഹങ്ങളാണ് ഇതിനു പിന്നിൽ. ഒന്നല്ല, 2 നരഭോജികൾ. അവർ ഒരുമിച്ച് വേട്ടയാടുന്നു. ഒന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ മറ്റൊന്ന് ആക്രമിക്കുന്നു. അവയ്ക്ക് അസാമാന്യമായ വലിപ്പവും ഭയമില്ലാത്ത മനസ്സും മനുഷ്യന്റെ പ്രതിരോധങ്ങളെ പുച്ഛിച്ചു തള്ളാനുള്ള ധൈര്യവുമുണ്ടായിരുന്നു. അവർ വെറും മൃഗങ്ങളായിരുന്നില്ല, സാവോയുടെ മണ്ണിൽ ഭയം വിതയ്ക്കാൻ പിറന്ന പിശാചുക്കളായിരുന്നു. തൊഴിലാളികൾ അവരെ അങ്ങനെയാണ് വിളിച്ചത്, ഇരുട്ടിന്റെ പിശാചുക്കൾ. പാറ്റേഴ്സൺ തന്റെ റൈഫിൾ കൈയിലെടുത്തു. ഒരു എഞ്ചിനീയറുടെ ജോലി തൽക്കാലം മാറ്റിവെച്ച് ഒരു വേട്ടക്കാരന്റെ വേഷമണിയാൻ സമയമായെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ തെറിയേഷ്യന്റെ പൂർത്തീകരിക്കാതെ പാലം പണി മുന്നോട്ടു പോകില്ല. തന്റെ ആളുകളെ രക്ഷിക്കാൻ ആ സിംഹങ്ങളെ കൊന്നേ മതിയാകൂ. അതോടെ സാവോയിലെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു വേട്ടയുടെ തുടക്കം കുറിക്കുകയായിരുന്നു. മനുഷ്യനും മൃഗവും തമ്മിലുള്ള യുദ്ധം, ജോൺ ഹെൻറി പാറ്റേഴ്സണും പേരിടാത്ത ആ 2 സിംഹങ്ങളും തമ്മിലുള്ള പോരാട്ടം. ആ പോരാട്ടത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുകയായിരുന്നു. പാറ്റേഴ്സൺ തന്റെ ആദ്യത്തെ കെണിയൊരുക്കാൻ തുടങ്ങി. കാത്തിരിപ്പിന്റെയും ഭയത്തിന്റെയും ഒരു പുതിയ രാത്രിയിലേക്ക് സാവോ കൺതുറന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പദ്ധതി ഒരു കെണിയൊരുക്കുകയെന്നതായിരുന്നു. ഒരു സിംഹത്തെ ജീവനോടെ പിടിക്കാനുള്ള ഒരു വലിയ കൂട്. ഇന്ത്യൻ തൊഴിലാളികളുടെ സഹായത്തോടെ തടിയും ഇരുമ്പഴികളും ഉപയോഗിച്ച് അയാളൊരു കെണിയുണ്ടാക്കി. അതിനകത്ത് ഇരയായി ഒരാടിനെ കെട്ടിയിട്ടു. കൂടിന്റെ വാതിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഘടിപ്പിച്ചിരുന്നത്. സിംഹം അകത്ത് കടന്ന് ഇരയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കയറിൽ തട്ടുകയും ഭാരമുള്ള വാതിൽ താനെ അടയുകയും ചെയ്യും. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം മുഴുവൻ ഉപയോഗിച്ചാണ് പാറ്റേഴ്സൺ അത് രൂപകൽപ്പന ചെയ്തത്. ആദ്യത്തെ രാത്രി പാറ്റേഴ്സണും കുറച്ചുപേരും ആ കൂടിന് സമീപം ഒരു മരത്തിന്റെ മുകളിൽ കാവലിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഓരോ ശബ്ദത്തിനും കാതോർത്തു. ദൂരെ നിന്നും ഒരു സിംഹത്തിന്റെ ഗർജനം കേട്ടപ്പോ എല്ലാവരും ഒന്ന് വിറച്ചു. അതടുത്തേക്ക് വരുന്നതുപോലെ തോന്നി. കൂടിനുള്ളിൽ കിടന്ന ആട് ഭയന്ന് കരയാൻ തുടങ്ങി. എന്നാൽ മണിക്കൂറുകൾ കടന്നുപോയി. സിംഹം ആ ഭാഗത്തേക്ക് വന്നതേയില്ല. പിറ്റേന്ന് രാവിലെ ക്യാമ്പിന്റെ മറ്റൊരു ഭാഗത്തുനിന്നും ദുഃഖകരമായ ആ വാർത്തയെത്തി. തലേരാത്രി മറ്റൊരു തൊഴിലാളിയെ സിംഹം പിടിച്ചിരുന്നു. പാറ്റേഴ്സന്റെ കെണിയിൽ നിന്നും ഏകദേശം 1 മൈൽ ദൂരെയായിരുന്നു ആ സംഭവം. സിംഹങ്ങൾ അദ്ദേഹത്തിന്റെ പദ്ധതിയെ പുച്ഛിച്ചു തള്ളിയതുപോലെ തോന്നി. നിങ്ങളവിടെ കാത്തിരുന്നോളൂ, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ഇവിടെ ചെയ്യാമെന്ന് പറയാതെ പറയുന്നതുപോലെ. പാറ്റേഴ്സൺ പരാജയം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തന്റെ തന്ത്രം മാറ്റി. ഇനി ഒളിച്ചിരുന്നു വേട്ടയാടാം. ഇരയെ ഉപയോഗിച്ച് സിംഹത്തെ ആകർഷിച്ച് വെടിവെച്ചു വീഴ്ത്തുക. അദ്ദേഹം ക്യാമ്പിൽ നിന്നും കുറച്ചു മാറി സിംഹങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു വഴിയിൽ ഒരു മരത്തിന്റെ മുകളിൽ ഒരു തട്ടൊരുക്കി. മച്ചാൻ താഴെ ഒരു കഴുതയെ കെട്ടിയിട്ടു. തന്റെ വിശ്വസ്തമായ റൈഫിളുമായി അദ്ദേഹം ആ മരക്കൊമ്പിലെ ഇരുട്ടിൽ കാത്തിരുന്നു. അതൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. രാത്രിയുടെ തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇലകൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന്റെ ശബ്ദം പോലും ഒരു സിംഹത്തിന്റെ വരവാണോ എന്ന് തോന്നിപ്പിച്ചു. താഴെ കെട്ടിയിട്ട കഴുത ഇടയ്ക്കിടെ വെപ്രാളം കാണിച്ചു. ദൂരെ നിന്നും എന്തോ ഒരു ഗന്ധം അതിന് കിട്ടുന്നുണ്ടാവണം. പാറ്റേഴ്സൺ തന്റെ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്നു. പെട്ടെന്ന് കുറ്റിക്കാടുകൾക്കിടയിലൊരനക്കം. പാറ്റേഴ്സൺ റൈഫിൾ കയ്യിലെടുത്തു. ഇരുട്ടിലേക്ക് കണ്ണു നട്ടു. അതാ 2 രൂപങ്ങൾ, കത്തുന്ന 2 ജോഡി കണ്ണുകൾ. അവ പതുക്കെ മുന്നോട്ടു വരുന്നു. പാറ്റേഴ്സന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇതാണാ നിമിഷം. അദ്ദേഹം റൈഫിളിന്റെ കാഞ്ചിലേക്ക് വിരലമർത്തി. പക്ഷേ ആ സിംഹങ്ങൾ അസാമാന്യമായ തന്ത്രശാലികളായിരുന്നു. അവ നേരിട്ട് ഇരയുടെ അടുത്തേക്ക് വന്നില്ല. പകരം ഇരയെയും മുകളിൽ പതിയിരിക്കുന്ന വേട്ടക്കാരനെയും ശ്രദ്ധിച്ചുകൊണ്ട് അവ ചുറ്റും നടന്നു. അവയ്ക്ക് മരത്തിന്റെ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടെന്ന് മനസ്സിലായതുപോലെ. കുറച്ചുനേരം അവ അവിടെ നിന്നു. പിന്നെ വന്നതുപോലെ തന്നെ നിശബ്ദമായി കുറ്റിക്കാടുകളുടെ ഇരുട്ടിലേക്ക് മറഞ്ഞു. പാറ്റേഴ്സന് ഒന്നു വെടിവെക്കാൻ പോലും അവസരം കിട്ടിയില്ല. ഈ സംഭവത്തോടെ തൊഴിലാളികളുടെ ഭയം ഇരട്ടിച്ചു.
ഈ സിംഹങ്ങൾ സാധാരണ സിംഹങ്ങളല്ല, അവ ശൈത്താനാണ് എന്നവർ ഉറപ്പിച്ചു. അവയ്ക്ക് മനുഷ്യന്റെ ചിന്തകൾ വായിക്കാൻ കഴിയും. അവയെ കൊല്ലാൻ മനുഷ്യനിർമ്മിതമായ ആയുധങ്ങൾക്കൊന്നും സാധ്യമല്ലെന്നും അവർ വിശ്വസിക്കാൻ തുടങ്ങി. നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ച് മൊംബാസയിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു. പാലം പണി പൂർണ്ണമായി നിലച്ചു. സാവോ ഒരു പ്രേതഭൂമിയുപോലെയായി. ഒരു ദിവസം വൈകുന്നേരം ശേഷിച്ച തൊഴിലാളികളുടെ തലവൻ, ഒരു പ്രായമുള്ള സിഖ് വംശജൻ, പാറ്റേഴ്സനെ വന്നു കണ്ടു. അയാളുടെ പേര് കരീം ബക്ഷ് എന്നായിരുന്നു. സാഹിബ്, ഇനി ഞങ്ങൾക്കിവിടെ ജോലി ചെയ്യാൻ കഴിയില്ല. ഇത് വെറും സിംഹങ്ങളല്ല, ഇത് ദൈവകോപമാണ്. നിങ്ങൾ ഒന്നുകിൽ ഈ പിശാചുക്കളെ കൊല്ലണം, അല്ലെങ്കിൽ ഞങ്ങൾ നാളെ രാവിലെ ഇവിടം വിട്ടുപോകും. ആ വാക്കുകൾ ഒരു അന്ത്യാശാസനം പോലെയായിരുന്നു. പാറ്റേഴ്സൺ ഒറ്റപ്പെട്ടുപോയിരുന്നു. ഒരു വശത്ത് റെയിൽവേ കമ്പനിയുടെ സമ്മർദ്ദം, മറുവശത്ത് ഭയന്നുവിറച്ച തൊഴിലാളികളുടെ പ്രതിഷേധം. ഇതിനെല്ലാം നടുവിൽ രാത്രിയുടെ മറവിൽ വിഹരിക്കുന്ന രണ്ട് നരഭോജികളും. അന്ന് രാത്രി പാറ്റേഴ്സൺ ഒരു പുതിയ പദ്ധതിയിട്ടു. അതൊരു സാഹസമായിരുന്നു. ഒരൊഴിഞ്ഞ റെയിൽവേ ബോഗിക്കുള്ളിൽ ഒരു കെണിയൊരുക്കുക. ബോഗിയുടെ നടുവിലായി ഒരു വാതിൽ, ഇരുവശത്തുനിന്നും തുറക്കാവുന്നത്. അതിനകത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് കാത്തിരിക്കും, കൂടെ രണ്ട് സഹായികളും. സിംഹം ബോഗിക്കുള്ളിലേക്ക് കയറുമ്പോൾ പുറത്തുനിന്നും വാതിലടക്കണം. അതായിരുന്നു പദ്ധതി. രാത്രിയായി. പാറ്റേഴ്സൺ തന്റെ സഹായികളോടൊപ്പം ബോഗിക്കുള്ളിൽ നിലയുറപ്പിച്ചു. പുറത്ത് കനത്ത ഇരുട്ടായിരുന്നു. നിലാവിന്റെ നേർത്ത വെളിച്ചം മാത്രം. മണിക്കൂറുകൾ കടന്നുപോയി. ഒന്നും സംഭവിച്ചില്ല. സഹായികൾ ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിരുന്നു. പാറ്റേഴ്സൺ അവരെ ഉണർത്തി ശ്രദ്ധയോടെ ഇരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ബോഗിയുടെ പുറത്ത് ഒരു പോറൽ കേട്ടു. സിംഹങ്ങളിലൊന്ന് വന്നിരിക്കുന്നു. അത് ബോഗിക്ക് ചുറ്റും നടന്നു, മണം പിടിച്ചു. പിന്നെ ബോഗിയുടെ തുറന്നുകിടന്ന വാതിലിലൂടെ അത് പതുക്കെ തലയകത്തേക്ക് നീട്ടി. പാറ്റേഴ്സന് അതിന്റെ ഗന്ധം പോലും അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഒരു ചീഞ്ഞ മാംസത്തിന്റെ ഗന്ധം. അദ്ദേഹം തന്റെ റൈഫിൾ അതിന്റെ നെഞ്ചിലേക്ക് ഉന്നം പിടിച്ചു. ഇപ്പോൾ അദ്ദേഹം സഹായികളോടലറി. പക്ഷേ ഭയം കൊണ്ട് മരവിച്ചുപോയവർക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. വാതിലടയ്ക്കുന്നതിനു പകരം അവർ ബോഗിയുടെ മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി. സിംഹം അപകടം മണത്തു. അത് ഞൊടിയിടയിൽ പിന്നോട്ടു വലിഞ്ഞു ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. മറ്റൊരു സുവർണാവസരം കൂടി നഷ്ടമായി. പാറ്റേഴ്സന് ദേഷ്യവും നിരാശയും തോന്നി. അദ്ദേഹം ആ സഹായികളെ ശകാരിച്ചു. പക്ഷേ അവരുടെ ഭയത്തെ കുറ്റം പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ ജീവിയുടെ സാന്നിധ്യം. ഈ സംഭവത്തിനു ശേഷം സിംഹങ്ങൾ കൂടുതൽ ധൈര്യശാലികളായി. അവ മുള്ളുവേലികളെ ഭയക്കാതെയായി. ഒരു രാത്രി ക്യാമ്പിന്റെ നടുവിലുള്ള ഒരു വലിയ ടെന്റിലേക്ക് ഒരു സിംഹം ഇറച്ചി കയറി. അതിനകത്ത് 8 പേരുണ്ടായിരുന്നു. അവർ ബഹളം വെച്ചപ്പോൾ സിംഹം ഒരു നിമിഷം പകച്ചുനിന്നു. പിന്നെ കൂട്ടത്തിലൊരാളെ കടിച്ചെടുത്ത് അത് പുറത്തേക്ക് കുതിച്ചു. മറ്റുള്ളവർക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മുള്ളുവേലിക്കു മുകളിലൂടെ ഒരു പൂച്ചയെപ്പോലെ അത് ചാടിക്കടന്നു. ഇരയുമായി ഇരുട്ടിൽ അപ്രത്യക്ഷനായി. ഈ ആക്രമണം സാവോയിലെ അവസാനത്തെ ധൈര്യവും ചോർത്തിക്കളഞ്ഞു. അടുത്ത ദിവസം രാവിലെ റെയിൽവേ ട്രാക്കിലൂടെ നൂറുകണക്കിന് ആളുകൾ പലായനം ചെയ്യുന്ന കാഴ്ചയാണ് പാറ്റേഴ്സൺ കണ്ടത്. സാവോയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി നിന്നുപോയി. സാവോയിലെ സിംഹങ്ങൾ ഉഗാണ്ട റെയിൽവേയുടെ നിർമ്മാണം നിർത്തിവച്ചു എന്ന് ലണ്ടനിലെ പത്രങ്ങളിൽ വാർത്തകൾ വന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പോലും പാർലമെന്റിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. പാറ്റേഴ്സൺ ഇപ്പോൾ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു. കൂടെ വിരലിലെണ്ണാവുന്ന കുറച്ചുപേർ മാത്രം. റോബർട്ട് വൈറ്റ്ഹെഡ് എന്ന സൂപ്രണ്ടും ഡോക്ടർ മെക്കൾലോക്കും, പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ തോക്കുചുമപ്പുകാരൻ മാഹിനയും. പാലം പണി പുനരാരംഭിക്കണമെങ്കിൽ ആ സിംഹങ്ങളെ കൊന്നേ മതിയാവൂ. അതൊരു വ്യക്തിപരമായ ദൗത്യമായി പാറ്റേഴ്സൺ ഏറ്റെടുത്തു. ഒന്നുകിൽ താൻ, അല്ലെങ്കിൽ ആ സിംഹങ്ങൾ. സാവോയുടെ മണ്ണിൽ ഈ പോരാട്ടത്തിനൊരവസാനമുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അദ്ദേഹം തന്റെ തോക്കെടുത്തു. വീണ്ടും വേട്ടയ്ക്കിറങ്ങി. ഇത്തവണ കൂടുതൽ തയ്യാറെടുപ്പുകളോടെ, കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെ. ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ആ രാത്രികൾ ഒരന്തിമ പോരാട്ടത്തിനായി കാത്തിരുന്നു. സാവോയുടെ മണ്ണ് നിശ്ശബ്ദമായി. നിർമ്മാണത്തിന്റെ ശബ്ദങ്ങൾ നിലച്ചു. പകരം കാറ്റിന്റെ മൂളലും രാത്രിയുടെ ഭയപ്പെടുത്തുന്ന നിശ്ശബ്ദതയും മാത്രം അവശേഷിച്ചു. പാറ്റേഴ്സൺ തന്റെ ടെന്റിലിരുന്ന് പുറത്തേക്ക് നോക്കി. നൂറുകണക്കിന് ഒഴിഞ്ഞ ടെന്റുകൾ കാറ്റിലാടി ഉലയുന്നു, ഒരു പ്രേതനഗരം പോലെ. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥനായ വൈറ്റ്ഹെഡ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. പാറ്റേഴ്സൺ,
ഇനി നമ്മൾ എന്തു ചെയ്യും? ലണ്ടനിൽ നിന്നുള്ള സമ്മർദ്ദം കൂടി വരികയാണ്. ഈ പദ്ധതി ഉപേക്ഷിക്കാൻ അവർ പറഞ്ഞേക്കാം. പാറ്റേഴ്സൺ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം തന്റെ ഡയറി തുറന്നു. അതിൽ സിംഹങ്ങൾ ആക്രമിച്ച തീയതികളും സ്ഥലങ്ങളും രീതികളും അദ്ദേഹം കുറിച്ചിട്ടിരുന്നു. അതൊരു എഞ്ചിനീയറുടെ ഡയറി ആയിരുന്നില്ല, ഒരു വേട്ടക്കാരന്റെ കുറിപ്പുകളായിരുന്നു. ഇല്ല വൈറ്റ്ഹെഡ്, അദ്ദേഹം പറഞ്ഞു, ഞാനിത് ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഈ കഥ ഇവിടെ തീരില്ല. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ആ സിംഹങ്ങൾ. ആ വാക്കുകളിൽ ഒരുതരം ഉറച്ച നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അതൊരു പട്ടാളക്കാരന്റെ, ഒരു എഞ്ചിനീയറുടെ, എല്ലാത്തിനും ഉപരി തന്റെ ആളുകളുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഉറച്ച ഒരു മനുഷ്യന്റെ വാക്കുകളായിരുന്നു. അദ്ദേഹം തന്റെ തന്ത്രം വീണ്ടും മാറ്റി. ഇനി കെണികളോ ഭോഗികളോ ഇല്ല, മുഖാമുഖമുള്ളൊരു പോരാട്ടം. അതിനായി സിംഹത്തെ തന്നിലേക്ക് ആകർഷിക്കണം. അന്ന് രാത്രി അദ്ദേഹം ഏറ്റവും അപകടകരമായൊരു പദ്ധതി തയ്യാറാക്കി. ഒരു പുതിയ, കൂടുതൽ ഉറപ്പുള്ള മച്ചാൻ നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ക്യാമ്പിൽ നിന്നും അല്പം ദൂരെ, സിംഹങ്ങൾ സ്ഥിരമായി വരുന്ന ഒരു വഴിയിൽ, ഒരു വലിയ മരത്തിൽ. മുൻപത്തെപ്പോലെ ഒരു ചെറിയ തട്ടായിരുന്നില്ല അത്, മറിച്ച് കൂടുതൽ ഉയരത്തിൽ 3 പേർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. പകൽ മുഴുവൻ പാറ്റേഴ്സണും മാഹിനയും ചേർന്ന് ആ മച്ചാൻ നിർമ്മിച്ചു. രാത്രി പാറ്റേഴ്സൺ അതിൽ നിലയുറപ്പിച്ചു. താഴെ ഇരയെ കെട്ടിയിട്ടില്ല, കാരണം അത് സിംഹങ്ങൾക്ക് സംശയമുണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. പകരം അദ്ദേഹം സ്വയം ഇരയാകാൻ തീരുമാനിച്ചു. സിംഹം മനുഷ്യന്റെ ഗന്ധം പിടിച്ചെത്തണം. ആദ്യത്തെ കുറച്ച് രാത്രികൾ നിരാശാജനകമായിരുന്നു. സിംഹത്തിന്റെ ഒരു ലക്ഷണവും കണ്ടില്ല. ഒരുപക്ഷെ അവ സാവോ വിട്ടുപോയിരിക്കുമോ എന്നുപോലും പാറ്റേഴ്സൺ സംശയിച്ചു. എന്നാൽ 4-ാമത്തെ ദിവസം രാത്രി ഏകദേശം 9 മണിയായപ്പോൾ ദൂരെ നിന്നും ആ ഗർജനം കേട്ടു. അതടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പാറ്റേഴ്സൺ തന്റെ 303 ലീ എൻഫീൽഡ് റൈഫിൾ കൈയിലെടുത്തു. അദ്ദേഹത്തിന്റെ ഹൃദയം ശക്തിയായി ഇടിച്ചു. കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും ആ ഭീമാകാരമായ രൂപം പുറത്തേക്ക് വന്നു. 2 എണ്ണം ഉണ്ടായിരുന്നില്ല, ഒന്നുമാത്രം. ഒരുപക്ഷെ മറ്റേത് സമീപത്തെവിടെയെങ്കിലും മറഞ്ഞിരിപ്പുണ്ടാകാം. അത് വളരെ പതുക്കെയാണ് നടന്നിരുന്നത്. ഓരോ കാൽവെപ്പിലും ഒരു തരം ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. അതിന് സാധാരണ സിംഹങ്ങളെപ്പോലെ വലിയ സടകളുണ്ടായിരുന്നില്ല. കഴുത്തിനു ചുറ്റും ചെറിയൊരു കറുത്ത രോമാവരണം മാത്രം. അതിന്റെ കണ്ണുകൾ ഇരുട്ടിൽ 2 തീക്കനലുകൾ പോലെ തിളങ്ങി. അത് നേരെ മരത്തിന്റെ അടുത്തേക്ക് വന്നു. മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടെന്ന യാതൊരു സംശയവുമില്ലാതെ. പാറ്റേഴ്സൺ ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരുന്നു. സിംഹം മരത്തിന്റെ ചുവട്ടിലെത്തി, ഒന്ന് മണം പിടിച്ചു. എന്നിട്ടത് മരത്തിലേക്ക് തന്നെ നോക്കി. അതിന്റെ കണ്ണുകൾ പാറ്റേഴ്സന്റെ കണ്ണുകളുമായി ഇടഞ്ഞു. ഒരു നിമിഷം സമയം നിലച്ചുപോയതുപോലെ തോന്നി. ആ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ചൊരു വെല്ലുവിളിയായിരുന്നു. നീ ഇവിടെ ഉണ്ടെന്നെനിക്കറിയാം എന്ന് പറയുന്നതുപോലെയുള്ളൊരു നോട്ടം. പാറ്റേഴ്സൺ ഒട്ടും സമയം കളഞ്ഞില്ല. അദ്ദേഹം ഉന്നം പിടിച്ച് അതിന്റെ ഹൃദയം ലക്ഷ്യമാക്കി വെടിയുറുത്തു. വെടിയൊച്ച ആ താഴ്വരയിൽ മാറ്റൊലി കൊണ്ടു. അതോടൊപ്പം സിംഹത്തിന്റെ ഭീകരമായൊരു ഗർജനവും ഉയർന്നു. വെടികൊണ്ട് അത് വായുവിലേക്കൊന്ന് കുതിച്ചുയർന്നു. പിന്നെ നിലത്തു വീണുരുണ്ടു. പക്ഷേ അത് ചത്തില്ല. വെടിയുണ്ട അതിന്റെ പിൻകാലിലാണ് കൊണ്ടതെന്ന് പാറ്റേഴ്സന് മനസ്സിലായി. മുറിവേറ്റ സിംഹം കൂടുതൽ അപകടകാരിയാണ്. അത് വേദന കൊണ്ട് പുളഞ്ഞു, നിലം മാന്തിപ്പറിച്ചു. പിന്നെ ഒരു മിന്നൽ പിണർ പോലെ അത് കുറ്റിക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു. പാറ്റേഴ്സൺ മരത്തിൽ നിന്നും താഴെ ഇറങ്ങിയില്ല. ആ രാത്രി മുഴുവൻ അദ്ദേഹം അവിടെ തന്നെ കഴിച്ചുകൂട്ടി. ദൂരെ കുറ്റിക്കാട്ടിൽ സിംഹത്തിന്റെ വേദന നിറഞ്ഞ മുരൾച്ച ഇടയ്ക്കിടയ്ക്ക് കേൾക്കാമായിരുന്നു. കൂടെ 2-ാമത്തെ സിംഹത്തിന്റെ ഗർജനവും. അത് തന്റെ കൂട്ടുകാരന് കാവലിരിക്കുകയാണെന്ന് പാറ്റേഴ്സൺ ഊഹിച്ചു. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ പാറ്റേഴ്സൺ മാഹിനിയെയും കൂട്ടി താഴെ ഇറങ്ങി. രക്തത്തുള്ളികൾ നിലത്ത് വ്യക്തമായി കാണാമായിരുന്നു. ഒരു മുറിവേറ്റ സിംഹത്തെ പിന്തുടരുന്നത് ആത്മഹത്യാപരമാണെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. എങ്കിലും അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. റൈഫിൾ തയ്യാറാക്കി പിടിച്ച് അവരാ രക്തപ്പാടുകൾ പിന്തുടർന്നു. ഓരോ അടിയും അവർ അതീവ ശ്രദ്ധയോടെയാണ് വെച്ചത്. ചുറ്റും നിശബ്ദത. ഇലയനക്കങ്ങൾ പോലും ഭയപ്പെടുത്തി. കുറ്റിക്കാടുകൾക്കിടയിൽ എവിടെ വേണമെങ്കിലും അത് പതിയിരിക്കാം. ഏകദേശം 1 മൈലോളം അവർ മുന്നോട്ടുപോയി. രക്തപ്പാടുകൾ അവരെ ഒരു ചെറിയ നദീതീരത്തേക്കാണ് നയിച്ചത്. അവിടെ ഒരു പാറയുടെ മറവിൽ അത് കിടക്കുന്നുണ്ടായിരുന്നു. അത് ചത്തുവെന്നാണ് അവർ ആദ്യം കരുതിയത്. പക്ഷേ അവർ അടുത്തേക്ക് ചെന്നപ്പോൾ സിംഹം പെട്ടെന്ന് തലയുയർത്തി. അതിന്റെ കണ്ണുകളിൽ അടങ്ങാത്ത ക്രോധം ജ്വലിച്ചു. ഒരു ഭീകരമായ ഗർജനത്തോടെ അതവർക്കുനേരെ ചാടി. മാഹിന ഭയന്ന് പിന്നോട്ടു മാറി. പാറ്റേഴ്സൺ ഒരു നിമിഷം പതലിയില്ല. അദ്ദേഹം മുട്ടുകുത്തി നിന്ന് റൈഫിൾ അതിന്റെ നെഞ്ചിനു നേരെ ചൂണ്ടി. സിംഹം അദ്ദേഹത്തിന്റെ തൊട്ടുമുന്നിലെത്തിയിരുന്നു. അതിന്റെ വായിൽ നിന്നും ചീഞ്ഞ മാംസത്തിന്റെ ഗന്ധം അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചു. അദ്ദേഹം കാഞ്ചി വലിച്ചു. 2-ാമത്തെ വെടിയുണ്ട കൃത്യമായി അതിന്റെ ഹൃദയത്തിൽ തുളച്ചുകയറി. ആ ഭീമാകാരമായ ശരീരം ഒരു നിമിഷം വായുവിൽ നിന്നു.
പിന്നെ ശക്തിയായി നിലത്തേക്ക് പതിച്ചു. പാറ്റേഴ്സന്റെ കാലിന്റെ തൊട്ടടുത്താണ് അത് വന്നു വീണത്. ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ അദ്ദേഹം ഓർത്തു. എല്ലാം നിശബ്ദമായി. ആഫ്രിക്കൻ കാടിന്റെ ഹൃദയത്തിൽ സാവോയിലെ 2 നരഭോജികളിൽ ഒന്ന് കഥാവശേഷനായി കിടന്നു. പാറ്റേഴ്സൺ അതിന്റെ അടുത്തേക്ക് ചെന്നു. 9 അടി 8 ഇഞ്ച് നീളം. ഒരു സാധാരണ സിംഹത്തേക്കാൾ എത്രയോ വലുത്. അതിന്റെ പല്ലുകൾ മനുഷ്യമാംസം കടിച്ച് മഞ്ഞനിറമായിരുന്നു. ആ വാർത്ത ക്യാമ്പിലെത്തിയപ്പോൾ അതൊരു ഉത്സവമായി മാറി. അവശേഷിച്ച തൊഴിലാളികൾ ആർപ്പു വിളിച്ചു. അവർ പാറ്റേഴ്സനെ തോളിലേറ്റ് നടന്നു. വർഷങ്ങളായി തങ്ങളെ വേട്ടയാടിയിരുന്ന പിശാചിനെ കൊന്ന വീരനായകനായി അവർ അദ്ദേഹത്തെ വാഴ്ത്തി. രാത്രിയിൽ അവർ വലിയ തീക്കുണ്ടങ്ങൾക്ക് ചുറ്റും തടിച്ചുകൂടി പാട്ടുപാടി നൃത്തം ചെയ്തു. കാലങ്ങൾക്കുശേഷം സാവോയുടെ മണ്ണിൽ ഭയമില്ലാത്തൊരു രാത്രിയുണ്ടായി. പാറ്റേഴ്സൺ ആ ആഘോഷങ്ങളിൽ പങ്കുചേർന്നില്ല. അദ്ദേഹം തന്റെ ടെന്റിൽ തനിച്ചിരുന്നു, തന്റെ റൈഫിൾ വൃത്തിയാക്കിക്കൊണ്ട്. അദ്ദേഹത്തിനറിയാമായിരുന്നു, ഈ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന്. ജോലി പകുതി മാത്രമേ ആയിട്ടുള്ളൂ. മറ്റേ സിംഹം ഇപ്പോഴും പുറത്തുണ്ട്. അത് തനിച്ചാണ്. ഒരുപക്ഷേ തന്റെ ഇണയെ കൊന്നതിലുള്ള പ്രതികാരദാഹവുമായി അതലഞ്ഞൊന്നുണ്ടാകാം. തനിച്ചായ ഒരു വേട്ടക്കാരൻ കൂടുതൽ അപകടകാരിയായിരിക്കും, കൂടുതൽ തന്ത്രശാലിയായിരിക്കും. അടുത്ത വേട്ടയ്ക്കായി പാറ്റേഴ്സൺ മാനസികമായി തയ്യാറെടുക്കുകയായിരുന്നു. സാവോയിലെ യഥാർത്ഥ പോരാട്ടം ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. രണ്ടാമത്തെ സിംഹം ആദ്യത്തേതിനേക്കാൾ വലിയൊരു വെല്ലുവിളിയായിരിക്കും. അത് തന്റെ വരവിനായി കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ആദ്യത്തെ സിംഹത്തിന്റെ മൃതദേഹം തൊഴിലാളികൾ ഒരു വിജയചിഹ്നം പോലെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അവർ അതിന്റെ ഭീമാകാരമായ ശരീരത്തിനു ചുറ്റും കൂടിനിന്ന് അത്ഭുതത്തോടെ നോക്കി. അതിന്റെ കൂർത്ത പല്ലുകളും മുറിവേറ്റ കാലും പാറ്റേഴ്സന്റെ വെടിയുണ്ടയേറ്റ നെഞ്ചിലെ മുറിവും അവർ കണ്ടു. അതൊരു സാധാരണ മൃഗത്തിന്റെ ജഡമായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ പേടിസ്വപ്നങ്ങൾക്ക് അന്ത്യം കുറിച്ചതിന്റെ തെളിവായിരുന്നു അത്. അന്നു രാത്രി സാവോയിൽ നടന്ന ആഘോഷം ഒരുപക്ഷെ ആ നാട് അതുവരെ കണ്ടിട്ടില്ലാത്തൊന്നായിരിക്കും. ഭയത്തിന്റെ സ്ഥാനത്ത് ആശ്വാസവും നിശ്ശബ്ദതയുടെ സ്ഥാനത്ത് സംഗീതവും നിറഞ്ഞു. എന്നാൽ പാറ്റേഴ്സൺ ആ ആഘോഷങ്ങളിൽ നിന്നും അകന്നുനിന്നു. അദ്ദേഹം തന്റെ ടെന്റിലിരുന്ന് ആ സിംഹത്തിന്റെ ചർമ്മം പരിശോധിക്കുകയായിരുന്നു. അതൊരത്ഭുതമായിരുന്നു. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ആൺസിംഹമായിരുന്നിട്ടും അതിന് സടയില്ലായിരുന്നു. കഴുത്തിനു ചുറ്റും കറുത്ത രോമങ്ങളുടെ ഒരു ചെറിയ വലയം മാത്രം. അതിന്റെ വലിപ്പം അസാധാരണമായിരുന്നു. പാറ്റേഴ്സൺ അളന്നു നോക്കിയിരുന്നു. 9 അടി 8 ഇഞ്ച്. ഒരുപക്ഷെ അക്കാലത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ സിംഹങ്ങളിൽ ഒന്നായിരിക്കാമത്. ഈ പ്രത്യേകതകൾ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ സിംഹങ്ങൾ ഇങ്ങനെയായത്? എന്തുകൊണ്ടാണ് അവ മനുഷ്യരെ മാത്രം ലക്ഷ്യം വെച്ചത്? അദ്ദേഹത്തിന്റെ ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പുറപ്പ് നിശ്ശബ്ദത പരന്നു. ആഘോഷങ്ങൾ അവസാനിച്ചിരുന്നു. ആളുകൾ ഉറങ്ങാൻ പോയിരുന്നു. എങ്കിലും ആ നിശ്ശബ്ദതയ്ക്ക് പഴയതിനേക്കാൾ ഭാരം കൂടിയതുപോലെ തോന്നി. കാരണം പാറ്റേഴ്സൺ അറിയാമായിരുന്നു, ഈ കഥയിലെ രണ്ടാമത്തെ വില്ലൻ ഇപ്പോഴും പുറത്തുണ്ട്. തനിക്കായ, ഒരുപക്ഷെ തന്റെ ഇണയുടെ വേർപാടിൽ പ്രതികാരദാഹിയായ ഒരു വേട്ടക്കാരൻ. അടുത്ത കുറച്ചു ദിവസങ്ങൾ ശാന്തമായിരുന്നു. സിംഹത്തിന്റെ ശല്യമില്ലാതായതോടെ ഒളിച്ചോടിപ്പോലെ തൊഴിലാളികളിൽ പലരും സാവധാനം തിരിച്ചുവരാൻ തുടങ്ങി. പാലം പണി മന്ദഗതിയിലാണെങ്കിലും പുനരാരംഭിച്ചു. ആളുകളുടെ മുഖത്ത് ഭയത്തിന്റെ നിഴലില്ലായിരുന്നു. എങ്കിലും സന്ധ്യയാകുമ്പോൾ ഒരുതരം അസ്വസ്ഥത ക്യാമ്പിൽ പടരും. എല്ലാവരും നേരത്തെ ടെന്റുകളിൽ കയറി വാതിലടയ്ക്കും. ഏകദേശം 10 ദിവസങ്ങൾ കഴിഞ്ഞുകാണും. അതൊരു നിലാവുള്ള രാത്രിയായിരുന്നു. പാറ്റേഴ്സൺ തന്റെ ടെന്റിൽ ചില രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്തുനിന്നും അദ്ദേഹത്തിന്റെ വളർത്തുകഴുതകളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു. അദ്ദേഹം റൈഫിളുമായി പുറത്തേക്കോടി. ക്യാമ്പിന് പുറത്തായി കെട്ടിയിരുന്ന കഴുതകളിലൊന്നിനെ കാണാനില്ലായിരുന്നു. മറ്റുള്ളവ ഭയന്ന് വിറച്ചുനിൽക്കുന്നേയിരുന്നു. നിലത്ത് രക്തം തളം കെട്ടി ഒന്നിരുന്നു. കുറ്റിക്കാട്ടിലേക്കെന്തോ വലിച്ചിഴച്ചുകൊണ്ടുപോയതിന്റെ പാടുകളും. രണ്ടാമത്തെ സിംഹം തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ ഇത്തവണ അത് മനുഷ്യരെ ലക്ഷ്യം വെച്ചില്ല. അത് പാറ്റേഴ്സന്റെ കഴുതകളെയാണ് ആക്രമിച്ചത്. അതൊരു സന്ദേശം പോലെയായിരുന്നു. ഞാൻ തിരിച്ചുവന്നു, നിന്റെ ഏറ്റവും അടുത്തുള്ളതിനെ ഞാൻ വേട്ടയാടും എന്നു പറയുന്നതുപോലെ. പാറ്റേഴ്സൺ ഉടൻ തന്നെ വേട്ടയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇത്തവണ അദ്ദേഹം കൂടുതൽ ശ്രദ്ധാലുവായിരുന്നു. ആദ്യത്തെ സിംഹത്തെ കൊന്ന അതേ മച്ചാനിൽ അദ്ദേഹം വീണ്ടും കാത്തിരുന്നു. താഴെ ഇരയായി ഒരാടിനെ കെട്ടിയിട്ടു. ആദ്യത്തെ രാത്രി ഒന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ രാത്രിയും കടന്നുപോയി. മൂന്നാമത്തെ രാത്രി ഏകദേശം പാതിരാത്രി കഴിഞ്ഞപ്പോൾ അത് വന്നു. ഇത്തവണ അത് കൂടുതൽ വലുതാണെന്ന് പാറ്റേഴ്സിന് തോന്നി. ആദ്യത്തേതിനേക്കാൾ തടിച്ച, കരുത്തുറ്റ ശരീരം. അതും സടയില്ലാത്ത ഒരിനമായിരുന്നു. അത് വളരെ തന്ത്രപരമായാണ് നീങ്ങിയത്.
ഇലയുടെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാതെ അത് മച്ചാനു ചുറ്റും ഒരു വലിയ വൃത്തത്തിൽ നടന്നു. ഓരോ കാൽവെപ്പിലും അത് നിലം മണക്കുന്നുണ്ടായിരുന്നു. പാറ്റേഴ്സൺ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്നു. സിംഹം തന്റെ വെടിയുടെ പരിധിയിലേക്ക് വരാനായി. പക്ഷെ ആ മൃഗം അസാമാന്യ ബുദ്ധിയുള്ള ഒന്നായിരുന്നു. അത് മച്ചാന്റെ നേരെ പാഴ വരാതെ കുറച്ചു ദൂരം മാറി ഒരു കുറ്റിക്കാടിന്റെ മറവിൽ നിന്നു. എന്നിട്ട് അത് പാറ്റേഴ്സനെ തന്നെ നോക്കി. ഒരുതരം തുറിച്ചുനോട്ടം. അതിന്റെ കണ്ണുകളിലെ തീക്ഷ്ണത പാറ്റേഴ്സൺ അനുഭവിക്കാൻ കഴിഞ്ഞു. അത് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയായിരുന്നു. നീ അവിടെയുണ്ടെന്ന് എനിക്കറിയാം. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാതെ പറയുന്നതുപോലെ. കുറച്ചുനേരത്തെ കാത്തിരിപ്പിനു ശേഷം സിംഹം ഇരയെ ശ്രദ്ധിക്കാതെ തന്നെ വന്ന വഴിയെ തിരികെ നടന്നു. ഇരുട്ടിൽ അപ്രത്യക്ഷമായി. പാറ്റേഴ്സിന് വെള്ളുതിർക്കാൻ ഒരവസരം പോലും ലഭിച്ചില്ല. ഈ സംഭവം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. ഈ സിംഹം ആദ്യത്തേതിനേക്കാൾ അപകടകാരിയാണ്. അതിന് മനുഷ്യന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ട്. അതൊരു സാധാരണ മൃഗമല്ല, ചിന്തിക്കുന്നൊരു ശത്രുവാണ്. പിറ്റേന്ന് രാത്രി പാറ്റേഴ്സൺ തന്റെ തന്ത്രം മാറ്റി. അദ്ദേഹം 2 മച്ചാനുകൾ നാമിച്ചു. ഒന്ന് പഴയ സ്ഥലത്തും മറ്റൊന്ന് കുറച്ചുകൂടി ദൂരെയും. ഒന്നിൽ അദ്ദേഹം സ്വയം ഇരുന്നു, മറ്റൊന്നിൽ തന്റെ തോക്കുചുമപ്പുകാരനായ മാഹിനിയെ ഇരുത്തി. സിംഹം ആശയക്കുഴപ്പത്തിലാകുമെന്ന് അദ്ദേഹം കരുതി. അന്ന് രാത്രി സിംഹം വന്നു. അത് ആദ്യം മാഹിനയിരുന്ന മച്ചാന്റെ അടുത്തേക്ക് പോയി. മാഹിന ഭയന്നുപോയിരുന്നു. പാറ്റേഴ്സൺ ദൂരെ നിന്നും അത് കാണുന്നുണ്ടായിരുന്നു. സിംഹം ആ മച്ചാന്റെ താഴെ വന്ന മരത്തിൽ മാന്താൻ തുടങ്ങി. മരം ചെറുതായി കുലുങ്ങി. മാഹിന ഭയന്ന് നിലവിളിക്കാതിരിക്കാൻ പാടുപെട്ടു. കുറച്ചുനേരം അങ്ങനെ ഭയപ്പെടുത്തിയ ശേഷം സിംഹം അവിടെ നിന്നും പാറ്റേഴ്സണിരുന്ന മച്ചാന്റെ അടുത്തേക്ക് വന്നു. ഇത്തവണയും അത് നേരിട്ട് താഴെ വന്നില്ല. അത് ദൂരെ മാറി നിന്ന് അദ്ദേഹത്തെ നോക്കി. എന്നിട്ട് ഭീകരമായൊരു ഗർജന നടത്തി. ആ ഗർജനം സാവോ താഴ്വരയെ പ്രകമ്പനം കൊള്ളിച്ചു. അതൊരു വെല്ലുവിളിയായിരുന്നു. നിന്റെ എല്ലാ തന്ത്രങ്ങളും എനിക്കറിയാം എന്നൊരു പ്രഖ്യാപനം. പിന്നെ അത് ഇരുട്ടിലേക്ക് മറഞ്ഞു. ഇതോടെ പാറ്റേഴ്സിന് മനസ്സിലായി, ഈ പോരാട്ടം താനും ആ സിംഹവും തമ്മിൽ മാത്രമാണ്. അതൊരു വ്യക്തിപരമായ യുദ്ധമായി മാറിയിരിക്കുന്നു. സിംഹം അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അദ്ദേഹത്തിന്റെ ധൈര്യത്തെ, ബുദ്ധിയെ അത് ഓരോ നിമിഷവും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. രാത്രികൾ പാറ്റേഴ്സിൽ അടക്കമില്ലാത്തതാവായി. പകൽ പാലം പണിയുടെ മേൽനോട്ടം വഹിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദൂരെ കുറ്റിക്കാടുകളിലായിരുന്നു. എവിടെ നിന്നെങ്കിലും ആ രൂപം പ്രത്യക്ഷപ്പെടുമോ എന്ന ഭയം. അദ്ദേഹത്തിന്റെ ടെന്റിനു ചുറ്റുമുള്ള കാവൽ അദ്ദേഹം ഇരട്ടിയാക്കി. വലിയ തീക്കുണ്ടങ്ങൾ രാത്രി മുഴുവൻ ആളിക്കത്തി. ഒരു രാത്രി പാറ്റേഴ്സൺ തന്റെ ടെന്റിൽ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. കടുത്ത ക്ഷീണമുണ്ടായിരുന്നു. പെട്ടെന്ന് ടെന്റിനു പുറത്തൊരു ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടിയുണർന്നു. എന്തോ ഒന്ന് ടെന്റിന്റെ കട്ടിയുള്ള ക്യാൻവാസിൽ മാന്തുന്ന ശബ്ദം. അദ്ദേഹം റൈഫിളെടുത്ത് വാതിലിന്റെ അടുത്തേക്ക് നീങ്ങി. പുറത്ത് ഭാരമുള്ള എന്തോ ഒന്ന് ശ്വാസമെടുക്കുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാം. അത് സിംഹമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ടെന്റിന്റെ വാതിലുകൾ വന്നിരിക്കുന്നു. പാറ്റേഴ്സന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അദ്ദേഹം വാതിലിന് നേരെ വെടിയുതിർത്തു. വെടിയൊച്ച കേട്ട് സിംഹം ഒന്ന് ഗർജിച്ചു. പിന്നെ ഓടിമാനയുന്ന ശബ്ദം കേട്ടു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ടെന്റിന്റെ വാതിൽക്കൽ വലിയ മാന്തലേറ്റ പാടുകൾ. നിലത്തെ സിംഹത്തിന്റെ കാൽപ്പാടുകൾ. അത് തന്നോടുള്ള വെല്ലുവിളി അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണെന്ന് പാറ്റേഴ്സിന് മനസ്സിലായി. ഇനി ഒളിച്ചിരുന്ന് വേട്ടയാടുന്നതിൽ അർത്ഥമില്ല. അതിന്റെ മുഖാമുഖം നേരിടണം. അങ്ങനെയാണ് പാറ്റേഴ്സൺ തന്റെ അവസാനത്തെ ഏറ്റവും അപകടകരമായ പദ്ധതി തയ്യാറാക്കിയത്. ഒരു കെണി. പക്ഷേ ഇത്തവണ ഇരയും വേട്ടക്കാരനും ഒരാൾ തന്നെ. അദ്ദേഹം ഒരു പുതിയ തട്ടകം നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതൊരു മരത്തിന്റെ മുകളിലായിരുന്നില്ല. നിലത്ത് തന്നെ ഒരു ചെറിയ സ്റ്റോറിന് മുകളിൽ. ആ സ്റ്റോറിന് ഒരു വശത്ത് തുറന്നൊരു ജനലുണ്ടായിരുന്നു. അതിലൂടെ പുറത്തേക്ക് വെടിവെക്കാം. താഴെ ഇരയായി ഒരാടിനെ കെട്ടിയിട്ടു. സിംഹം ആടിനെ പിടിക്കാൻ വരുമ്പോൾ സ്റ്റോറിന്റെ സുരക്ഷിതത്തിൽ അതിനെ വെട്ടിവീഴ്ത്താമെന്ന് അദ്ദേഹം കരുതി. പക്ഷെ ആ കെണിയിൽ ഒരു അപകടമുണ്ടായിരുന്നു. സിംഹം കെട്ടിടത്തിനകത്തേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചാൽ പാറ്റേഴ്സൺ അതിന്റെ കയ്യെത്തും ദൂരത്തായിരിക്കും. അതൊരു ചൂതാട്ടമായിരുന്നു. ഒന്നുകിൽ സിംഹം വീഴും, അല്ലെങ്കിൽ താൻ. അന്ന് ഡിസംബർ 27, 1898. പാറ്റേഴ്സൺ തന്റെ അവസാനത്തെ പോരാട്ടത്തിനായി തയ്യാറായി. അദ്ദേഹം ആ സ്റ്റോറിനുള്ളിൽ നിലയുറപ്പിച്ചു. പുറത്ത് കനത്ത ഇരുട്ട്, കാറ്റിന്റെ ശബ്ദം മാത്രം. സമയം ഇഴഞ്ഞു നീങ്ങി. ഒന്നും സംഭവിച്ചില്ല. സിംഹം വരില്ലേ എന്ന് അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു. പെട്ടെന്ന് താഴെ കെട്ടിയിട്ട ആട് ബഹളം വയ്ക്കാൻ തുടങ്ങി. അത് വന്നു. പാറ്റേഴ്സൺ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ ആ ഭീമാകാരമായ രൂപം നിൽക്കുന്നു. അത് പതുക്കെ ആടിന്റെ അടുത്തേക്ക് നീങ്ങി. ഇതാണ് അവസരം. പാറ്റേഴ്സൺ റൈഫിൾ അതിന്റെ തോളലിൽ ലക്ഷ്യമാക്കി ഉന്നം പിടിച്ചു. അദ്ദേഹം കാഞ്ചി വലിച്ചു. വെടിയുണ്ട കൃത്യമായി സിംഹത്തിന്റെ ശരീരത്തിൽ തറച്ചു.
ഒരു ഭീകരമായ ഗർജനത്തോടെ അത് വായുവിലേക്ക് കുതിച്ചു. പിന്നെ കുറ്റിക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു. വീണ്ടും അതുതന്നെ സംഭവിച്ചു. മുറിവേറ്റെങ്കിലും അത് രക്ഷപ്പെട്ടിരിക്കുന്നു. പാറ്റേഴ്സന് നിരാശ തോന്നി. പക്ഷേ ഇത്തവണ അദ്ദേഹം കാത്തിരിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം സ്റ്റോറിൽ നിന്നും പുറത്തിറങ്ങി രക്തപ്പാടുകൾ പിന്തുടരാൻ തീരുമാനിച്ചു. അത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിലും ആ രാത്രി തന്നെ ഈ കഥയ്ക്കൊരന്ത്യം കുറിക്കാൻ അദ്ദേഹം ഉറച്ചു. റൈഫിളിൽ വീണ്ടും തിരനിറച്ച് ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ആ കനത്ത ഇരുട്ടിലേക്ക് മുറിവേറ്റ സിംഹത്തെ തേടിയിറങ്ങി. സാവോയുടെ ചരിത്രത്തിലെ അവസാനത്തെ വേട്ട ആരംഭിക്കുകയായിരുന്നു. രാത്രിയുടെ കനത്ത ഇരുട്ടിലേക്ക് പാറ്റേഴ്സൺ ഒറ്റയ്ക്കിറങ്ങി. കയ്യിലൊരു റൈഫിളും മങ്ങിയ വെളിച്ചം തരുന്ന ഒരു ലാന്റേണും മാത്രം. കാറ്റ് ശക്തമായി വീശുന്നുണ്ടായിരുന്നു. അത് ലാന്റേണിന്റെ വെളിച്ചത്തെ അണയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെ. നിലത്തെ രക്തത്തുള്ളികൾ പിന്തുടരുക എളുപ്പമായിരുന്നില്ല. എങ്കിലും ഒരു വേട്ടപ്പട്ടിയെപ്പോലെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഓരോ നിമിഷവും അദ്ദേഹം പ്രതീക്ഷിച്ചു, കുറ്റിക്കാടുകളുടെ മറവിൽ നിന്നും ആ ഭീകരരൂപം തനിക്ക് നേരെ ചാടി വീഴുമെന്ന്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ചുറ്റും കൂരാകൂരിരുട്ട്. ഇലകൾ ഞെരിയുന്ന ശബ്ദം പോലും ഒരു സിംഹത്തിന്റെ വരവാണെന്ന് തോന്നിപ്പിക്കും. ദൂരെ കഴുതപ്പുലികളുടെ ചിരി കേൾക്കാം. രക്തത്തിന്റെ മണം അവയെയും അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ടാവണം. പാറ്റേഴ്സൺ തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരുമിപ്പിച്ചു. കാഴ്ചയും കേൾവിയും ഒരുപോലെ കൂർപ്പിച്ചു. രക്തപ്പാടുകൾ അദ്ദേഹത്തെ ഒരിടതൂർന്ന കുറ്റിക്കാടിന്റെ അടുത്തേക്കാണ് നയിച്ചത്. അതിനപ്പുറത്തേക്ക് വഴി കാണാനില്ലായിരുന്നു. സിംഹം അതിനുള്ളിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. മുറിവേറ്റ ഒരു സിംഹം ഒളിച്ചിരിക്കുന്ന കുറ്റിക്കാട്ടിലേക്ക് കയറിച്ചെല്ലുന്നത് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. പക്ഷേ പിന്മാറാൻ പാറ്റേഴ്സൺ തയ്യാറായിരുന്നില്ല. അദ്ദേഹം മുട്ടിനിഴഞ്ഞ ആ കുറ്റിക്കാടിനുള്ളിലേക്ക് നുഴഞ്ഞുകയറി. ലാന്റേണിന്റെ വെളിച്ചം മുന്നോട്ടു നീട്ടി. ഓരോ ഇഞ്ചും അദ്ദേഹം ശ്രദ്ധയോടെയാണ് നീങ്ങിയത്. പെട്ടെന്ന് തൊട്ടുമുന്നിൽ നിന്നും ഒരു ഗർജനം കേട്ടു. അത് ചെവി തുളയ്ക്കുന്ന ഒന്നായിരുന്നു. വേദനയും ക്രോധവും കലർന്ന ഒരു ശബ്ദം. പാറ്റേഴ്സൺ ഒരു നിമിഷം അനങ്ങാതെ നിന്നു. അതാ മുന്നിൽ ലാന്റേണിന്റെ വെളിച്ചത്തിൽ ആ കണ്ണുകൾ തിളങ്ങുന്നു. അത് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. പാറ്റേഴ്സൺ ഒട്ടും സമയം കളഞ്ഞില്ല. അദ്ദേഹം റൈഫിൽ അതിന്റെ നെഞ്ചിനു നേരെ ചൂണ്ടി. പക്ഷേ ആ ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് ഉന്നം പിടിക്കാൻ പ്രയാസമായിരുന്നു. അദ്ദേഹം വെടിയുതിർത്തു. വെടിയുണ്ട അതിന്റെ ശരീരത്തിൽ കൊണ്ടു. പക്ഷേ അത് വീണില്ല. പകരം അടങ്ങാത്ത ക്രോധത്തോടെ അത് അദ്ദേഹത്തിനു നേരെ പാഞ്ഞെടുത്തു. പാറ്റേഴ്സൺ പിന്നോട്ടു മലർന്നടിച്ചു വീണു. റൈഫിൾ കയ്യിൽ നിന്നും തെറിച്ചുപോയി. സിംഹം അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ചാടി വീഴാനൊരുങ്ങി. അവസാന നിമിഷം പാറ്റേഴ്സൺ ഉരുണ്ടുമാറി നിന്നു. സിംഹം അദ്ദേഹത്തിന്റെ തൊട്ടപ്പുറത്താണ് വന്നു വീണത്. അദ്ദേഹം വേഗം എഴുന്നേറ്റ് റൈഫിളിനായി പരതി. ഇരുട്ടിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സിംഹം വീണ്ടും അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. അതിന്റെ വായിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു. പാറ്റേഴ്സൺ ഓടി. ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം ഒരു മൃഗത്തിന്റെ മുന്നിൽ നിന്നും ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. അദ്ദേഹം ആ കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി അടുത്തു കണ്ട ഒരു മരത്തിൽ വലിഞ്ഞുകയറി. സിംഹം പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അത് മരത്തിന്റെ ചുവട്ടിലെത്തി മുകളിലേക്ക് നോക്കി ഗർജിച്ചു. അതിന്റെ ഗർജനത്തിൽ മരമൊന്നാകെ കുലുങ്ങുന്നതുപോലെ തോന്നി. സിംഹം മരത്തിൽ കയറാൻ ശ്രമിച്ചു. അതിന്റെ മുൻകാലുകളിലെ നഖങ്ങൾ മരത്തിന്റെ തൊലിയിൽ ആഴ്ന്നിറങ്ങി. പാറ്റേഴ്സൺ മരത്തിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിലേക്ക് കയറി. അദ്ദേഹത്തിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. താഴെ മുറിവേറ്റ സിംഹം പ്രതികാരദാഹിയായി കാത്തുനിൽക്കുന്നു. അതൊരു ഭീകരമായ അവസ്ഥയായിരുന്നു. കുറച്ചുനേരം മരത്തിൽ കയറാൻ ശ്രമിച്ചതിനുശേഷം സിംഹം തളർന്നു. വെടിയേറ്റ മുറിവുകൾ അതിനെ തളർത്തുന്നുണ്ടായിരുന്നു. അത് മരത്തിന്റെ ചുവട്ടിൽ തന്നെ നിലയുറപ്പിച്ചു. ഇടയ്ക്കിടെ മുകളിലേക്ക് നോക്കി അത് മുരളുന്നുണ്ടായിരുന്നു. പാറ്റേഴ്സൺ ആ മരക്കൊമ്പിലിരുന്ന് ആ രാത്രി കഴിച്ചുകൂട്ടി. തണുപ്പും ഭയവും അദ്ദേഹത്തെ തളർത്തി. താഴെ മരണവും കാത്തിരിക്കുന്നു. നേരം വെളുക്കാൻ തുടങ്ങിയപ്പോൾ സിംഹത്തിന്റെ മുരൾച്ച നേർത്തുവന്നു. അത് പതിയെ എഴുന്നേറ്റ് മുടന്തി മുടന്തി നടന്നുപോയി. അത് അധിക ദൂരം പോകില്ലെന്ന് പാറ്റേഴ്സൺ അറിയാമായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടി കാത്തിരുന്നു. സൂര്യരശ്മി ഭൂമിയിൽ പതിച്ചപ്പോൾ അദ്ദേഹം പതുക്കെ മരത്തിൽ നിന്നും താഴെയിറങ്ങി. ആദ്യം തന്നെ തന്റെ റൈഫിൾ കണ്ടെടുത്തു. ഭാഗ്യത്തിന് അതിന് കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല. അദ്ദേഹം വീണ്ടും ആ രക്തപ്പാടുകൾ പിന്തുടരാൻ തുടങ്ങി. ഇത്തവണ കൂടുതൽ കരുതലോടെ. അധികം ദൂരെയല്ലാതെ ഒരു തുറന്ന സ്ഥലത്ത് അത് കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അവസാന ശ്വാസത്തിനായി പിടയുകയായിരുന്നു. പാറ്റേഴ്സൺ അതിന്റെ അടുത്തെത്തി. സിംഹം അവസാനമായി ഒന്നുകൂടി തല ഉയർത്താൻ ശ്രമിച്ചു. അതിന്റെ കണ്ണുകളിൽ അവസാനിക്കാത്ത പക ആളിക്കത്തുന്നുണ്ടായിരുന്നു.
പാറ്റേഴ്സൺ അതിന്റെ തലയ്ക്കു നേരെ റൈഫിൾ ചൂണ്ടി. ഒരു വെടിയൊച്ച കൂടി ആ താഴ്വരയിൽ മുഴങ്ങി. അതോടെ എല്ലാം അവസാനിച്ചു. സാവോയെ വിറപ്പിച്ച രണ്ടാമത്തെ നരഭോജിയും നിലം പതിച്ചു. പാറ്റേഴ്സൺ അതിന്റെ അരികിൽ തളർന്നിരുന്നു. ആ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം ആ ഭീമാകാരമായ ശരീരത്തിലേക്ക് നോക്കി. ആദ്യത്തേതിനേക്കാൾ വലുത്, 9 അടി 10 ഇഞ്ചു നീളം. അതിന്റെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ടായിരുന്നു. പഴയ വേട്ടകളിൽ നിന്നേറ്റതാവാം. അതിന്റെ ഒരു പല്ല് ഒടിഞ്ഞുപോയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാവാം അത് മനുഷ്യരെപ്പോലെ എളുപ്പത്തിൽ പിടിക്കാവുന്ന ഇരകളെ തേടി ഇറങ്ങിയത്. ഈ വിജയമെത്തിച്ചപ്പോൾ അതൊരു വികാരനിർഭരമായ നിമിഷമായിരുന്നു. ആളുകൾ ആർപ്പു വിളിച്ചില്ല. പകരം നിശബ്ദമായി ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. നീണ്ട 9 മാസക്കാലം നീണ്ടുനിന്ന ഭീകരതയ്ക്ക് അവസാനമായിരിക്കുന്നു. 100-ലധികം മനുഷ്യരുടെ ജീവനെടുത്ത ആ ഭീകരന്മാരുടെ കഥയ്ക്ക് തിരശ്ശീല വീണിരിക്കുന്നു. പാറ്റേഴ്സൺ ഹീറോയായി മാറി. അദ്ദേഹത്തിന്റെ ധൈര്യത്തിന്റെ കഥകൾ നാടാകെ പരന്നു. സാവോയിലെ റെയിൽവേ നിർമ്മാണം അതിവേഗം പുനരാരംഭിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ പാറ്റേഴ്സന്റെ നേതൃത്വത്തിൽ സാവോ നദിക്കു കുറുകെയുള്ള പാലം പൂർത്തിയായി. വർഷങ്ങൾക്ക് ശേഷം പാറ്റേഴ്സൺ ആ 2 സിംഹങ്ങളുടെയും തൊലിയും തലയോടിയും ചിക്കാഗോയിലെ ഫീൽഡ് മ്യൂസിയത്തിനു വിറ്റു. ഇന്നും ആ മ്യൂസിയത്തിൽ ആ സ്റ്റഫ് ചെയ്ത 2 സിംഹങ്ങളെയും നമുക്ക് കാണാം. സാവോയിലെ നരഭോജികളായി ചരിത്രത്തിൽ ഇടം പിടിച്ച, സടകളില്ലാത്ത ആ 2 ഭീമാകാരന്മാർ. അവർ എന്തുകൊണ്ട് നരഭോജികളായി എന്നതിന് പല കാരണങ്ങളും പറയപ്പെടുന്നു. ഒരുപക്ഷേ ആ പ്രദേശത്ത് പടർന്നുപിടിച്ച ഒരു രോഗം കാരണം അവയുടെ സാധാരണ ഇരകളായ കാട്ടുപോത്തുകളും സീബ്രകളും ചത്തൊടുങ്ങിയതാവാം. അല്ലെങ്കിൽ അടിമവ്യാപാരത്തിന്റെ കാലത്ത് രോഗം വന്ന് മരിക്കുന്ന അടിമകളെ സാവോ നദീക്കരയിൽ ഉപേക്ഷിച്ചിരുന്നത്രേ. ആ ശവങ്ങൾ തിന്നുശീലിച്ച സിംഹങ്ങളുടെ പിന്തലമുറ മനുഷ്യമാംസത്തിന്റെ രുചി അറിഞ്ഞതാവാം. കാരണങ്ങൾ എന്തുതന്നെയായാലും സാവോയിലെ നരഭോജികളുടെ കഥ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ, അതിജീവനത്തിന്റെ, ഭയത്തിന്റെ, ധൈര്യത്തിന്റെ ഒരു വലിയ ഇതിഹാസമായി ഇന്നും നിലനിൽക്കുന്നു. ജോൺ ഹെൻറി പാറ്റേഴ്സൺ എന്ന എഞ്ചിനീയറിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയായി, ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ഇരുണ്ട നാട്ടുകളുടെ ഓർമ്മപ്പെടുത്തലായി അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു.